റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പറമ്പിൽ പീടികയിൽ അള്ളാഹുവിൻ്റെ ഒരു ഭവനം കൂടി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാ. കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു 2 വർഷത്തോളം ആയി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു സ്ഥലം ഞങ്ങൾ എടുത്തു. അത് 1 വർഷത്തിന് ശേഷം വീണ്ടും അതിൻ്റെ പള്ളിയുടെ പണി ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഒരു സഹോദരൻ നമുക്ക് ഒരു ഓഫർ പറയുകയും അതനുസരിച്ച് അദ്ദേഹം ആ കാശ് നൽകുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് പള്ളിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഇത് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പല നിലക്കും സഹകരിച്ച ആൾക്കാരുണ്ട്. ഇതിലേക്ക് ചെരുപ്പ് തന്ന് സഹായിച്ച ആൾക്കാരുണ്ട്, ക്ലോക്ക് തന്ന് സഹായിച്ച ആൾക്കാരുണ്ട്, അതുപോലെ മിമ്പർ തന്ന് സഹായിച്ച ആൾക്കാരുണ്ട്. അതുപോലെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും സോപ്പ് വെക്കാനുള്ള പാത്രം നൽകി സഹായിച്ച ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഇതെത്തിക്കാൻ കഴിഞ്ഞു. അതിനാദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ സഹോദരന്മാർ ഇതിവിടെ നമുക്ക് ഓഫർ ചെയ്ത സഹോദരന്മാർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്ത് ഇതിലേക്ക് വരും എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും നമസ്കാരം നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കാത്തു നിൽക്കാതെ തന്നെ ഇതിലേക്ക് നമുക്കൊരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടി വന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ മുഴുവനും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എനിക്കുള്ളത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പറമ്പിൽ പീടിക ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയാണ് ഇതിലേക്ക് നമ്മൾ എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ ഓരോ മഹല്ലിലെയും അതിൻ്റെ കാരണവന്മാരെ, മഹല്ല് സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ മഹല്ലിലെയും ഭാരവാഹികളെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു പൊതു കാര്യമായതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണം, അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഇതിലേക്ക് ജനങ്ങളെ മുഴുവനും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത് ക്ഷണം സ്വീകരിച്ച് പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരും, അതുപോലെ ഈ പരിപാടിയിലേക്ക് നമുക്ക് ആശംസകൾ അർപ്പിക്കാനും അതുപോലെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനും ഇതിൻ്റെ പണ്ഡിതന്മാരും ഇവിടുത്തെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് ഹനീഫ ഹോഡക്കലായിരിക്കും ഈ പരിപാടി നിയന്ത്രിക്കുക. അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നമസ്കരിച്ചുകൊണ്ട് നിർവഹിച്ചു PN അബ്ദുൽ ലത്തീഫ് മദനി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടാണ് നമ്മുടെ അസ്ർ നമസ്കാരം ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് ഉത്ബോധന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും വിശുദ്ധ ഖുർആൻ പരിഭാഷകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സാഹിബും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ബഹുമാന്യനായ TK അഷ്റഫ് സാഹിബ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന എല്ലാവരും, ഒന്നാമതായി ഷാഹുൽ ഹമീദ് സാഹിബ്, PM ഷാഹുൽ ഹമീദ് സാഹിബ്. PM ഷാഹുൽ ഹമീദ് സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ സ്ഥലം ഞങ്ങൾ വാങ്ങി അതിൻ്റെ കടം തീർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു
അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ ഒരു പള്ളി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പള്ളീൻ്റെ സ്ഥലമൊക്കെ രജിസ്റ്റർ ആയിക്കണോ, കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പള്ളിക്കുള്ള പ്ലാനൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ടീം പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒറ്റയടിക്ക് ഞങ്ങളത് ഏറ്റെടുക്കുകയും അൽഹംദുലില്ലാ അത് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. ഈ പള്ളിയുടെ അള്ളാഹുവിൻ്റെ തൗഫീഖാണ് അതിൻ്റെ ഒരു കാരണം, ഒരു നിമിത്തമായ ഷാഉൽ ഹമീദ് സാഹിബ്. അദ്ദേഹത്തിന് നമ്മൾ ഓരോ ഇതിൻ്റെ വർക്ക് നടക്കുമ്പോഴും ഇതിലെ ഓരോ സംഗതിക്ക് കല്യാണത്തിന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇവിടെ കയറി അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ നൽകി. അത്തരം നമ്മോടൊപ്പം ഇതോടൊപ്പം ഇതിൻ്റെ തുടക്കം മുതൽ ഈ ഇന്നലെ വരെ ഇതോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം ഞങ്ങൾ ആശംസ അറിയിക്കുകയാണ്. ഒരു നിർദ്ദേശങ്ങൾ നൽകി, ഒരു കാരണവരെ പോലെ ഞങ്ങളോട് അദ്ദേഹം ഇവിടെ പെരുമാറി, അദ്ദേഹം ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. നമുക്കറിയാം പുത്തൂർ പള്ളിക്കൽ മുസ്ലിം ലീഗിൻ്റെ വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡൻറ്റ്, അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് എത്തിച്ചേരേണ്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് PP സുനിൽ, അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം എത്താമെന്ന് അറിയിച്ചു. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പെരുവള്ളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡൻറ്റ് കലാം മാസ്റ്റർ, മുൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആയിരുന്ന അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ സംസാരിക്കേണ്ട നമ്മുടെ CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ കോയമോൻ കൊണ്ടാടൻ പ്രത്യേകിച്ച് ഇന്നലെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പകരം അതിലേക്ക് നമ്മുടെ CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയായ അരികാട്ട് ബഷീർ സാഹിബ് അദ്ദേഹം ഏൽപ്പിക്കുകയും നമ്മൾ അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെട്ട ആളാണ്, അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രസിഡൻറ്റ് പെരുവള്ളൂർ മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് മുനീർ മാസ്റ്റർ, അതുപോലെ മുഹമ്മദ് അലി ബാക്കവി പോലെയുള്ള ആളുകളെ ഞങ്ങൾ ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അവർക്കും ഞങ്ങൾ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അനീഫയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.